ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സാരഥി യൂട്യൂബ് ചാനൽ. പാർട്ട്ണർഷിപ്പിൻ്റെ കഴിഞ്ഞ വീഡിയോ എല്ലാവരും കണ്ടല്ലോ. പ്രോബ്ലംസ് ഒക്കെ ചെയ്ത് നോക്കിയില്ലേ? എല്ലാവർക്കും പ്രോബ്ലംസ് ഒക്കെ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് അഡ്മിഷന്റെ കോൺസെപ്റ്റ്സുകളാണ്. അപ്പം നമുക്കൊരു വീഡിയോയിലേക്ക് പോയാലോ? നമുക്ക് നോക്കാം. അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ ഇൻ ടു എ പാർട്ട്ണർഷിപ്പ് ഫേം. A&L ഫേം ആണ്. അവിടെ പാർട്ട്നേഴ്സ് ആയിട്ട് ഓൾറെഡി അച്ചു ആൻഡ് ലിച്ചു ഉണ്ട്. ഇവർക്ക് തോന്നാണ് ഇവരുടെ ഫേമിലോട്ട് കുറച്ച് അഡീഷണൽ ക്യാപിറ്റൽ വേണം. അപ്പോൾ കിച്ചുവിനെ ന്യൂ പാർട്ട്ണർ ആയിട്ട് കൊണ്ടുവരാം എന്ന് വിചാരിക്കുകയാണ്. കിച്ചുവിന്റെ കയ്യിലാണെങ്കിലോ 2 ലക്ഷം രൂപയും ഉണ്ട്. ഓക്കെ, ദെൻ അതുമല്ല, കിച്ചു ഒരു എക്സ്പേർട്ട് ആണ്. കിച്ചു പോസസ് സഫിഷ്യന്റ് എക്സ്പെർട്ടൈസ് ഇൻ കോസ്റ്റ് ഓഡിറ്റ്. നമ്മളുടെ ഒരു കോസ്റ്റ് അക്കൗണ്ടിങ് ഫേം ആണ്. കോസ്റ്റ് ഓഡിറ്റും കൂടെ ഒന്ന് തുടങ്ങാനായിട്ട് നമ്മൾ കിച്ചുവിനെ കൊണ്ടുവരാമെന്ന് വിചാരിച്ചു. അതുമല്ല, കിച്ചു ഒരു സെലിബ്രിറ്റി ആണ്. കിച്ചു ഹാസ് സഫിഷ്യന്റ് ഗുഡ് വിൽ, ഇസ് എ നോൺ ആർട്ടിസ്റ്റ്, സംതിങ് ലൈക്ക് ദാറ്റ്. ഓക്കെ, നല്ലൊരു ആർട്ടിസ്റ്റ് ആണ് കിച്ചു. അപ്പൊ കിച്ചുവിന്റെ ഗുഡ് വിൽ ഫേമിലോട്ട്, നമ്മളെ ഫേമിന്റെ പാർട്ട്ണർ ആണെന്ന് പറഞ്ഞാൽ കിച്ചുവിന്റെ ഫാൻസ് ഒക്കെ നമ്മുടെ ഫേമിലോട്ട് വരാനൊരു ചാൻസ് ഉണ്ട് അല്ലെ? അപ്പൊ ഇവിടെ നമ്മൾ കണ്ടത് 3 റീസൺസ് ആണ്. അതായത് when we will admit a new partner into a firm. First reason will be additional capital. നമുക്ക് എന്താണ്, കുറച്ച് ക്യാപിറ്റൽ കൂടുതലായിട്ട് വേണം. അതുമല്ലെങ്കിൽ we have or we need what? Expertise. നമുക്ക് കുറച്ച് എക്സ്പേർട്ടൈസ്ഡ് ആയ ആൾക്കാരെ ആവശ്യമാണ്. അതുമല്ല, വി നീഡ് എ റെപ്യൂട്ടഡ് പേഴ്സൺ. ഓൾറെഡി നല്ല റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു പേഴ്സണെ വേണം. സോ ദാറ്റ് ദെയർ ഗുഡ് വിൽ ആഡ്സ് ടു അവർ ഗുഡ് വിൽ. ഓക്കെ, ഇനി അക്കൗണ്ട് വൈസ് നോക്കുകയാണെങ്കിലോ കുറച്ച് മാറ്റങ്ങൾ വരുന്നുണ്ട് അല്ലെ? ഒരു പുതിയ പാർട്ട്ണർ വരുമ്പോൾ there will be change in the profit sharing ratio. ബിക്കോസ് ഓൾറെഡി ഉള്ള ഒരു പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ഒന്ന് മാറ്റം വന്നിട്ട് പുതിയൊരു പാർട്ട്ണർ വരുമ്പോൾ ആ പാർട്ട്ണറിന് ഹാസ് എ റൈറ്റ് ഇൻ ദ പ്രോഫിറ്റ്സ്. സോ ആ പാർട്ട്ണറിന് നമ്മൾ എന്താണ്, കുറച്ച് പ്രോഫിറ്റ് കൊടുക്കണം. സോ ഇവിടെ നമ്മൾ കാണാം, ദ എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സ് സാക്രിഫൈസസ് ദെയർ ഷെയർ. ചിലപ്പോൾ എല്ലാവരും സാക്രിഫൈസ് ചെയ്യണമെന്നില്ല, ഒരാൾ മാത്രമായിരിക്കാം, അല്ലെങ്കിൽ 2 ആൾ മാത്രമായിരിക്കും. സോ എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സ് എന്താണ്, ചിലപ്പോൾ അവരുടെ ഷെയർ സാക്രിഫൈസ് ചെയ്യേണ്ടി വരും when a new partner being admitted. Then there is a need to estimate the goodwill of the firm. അതായത് ഈ ഒരു ഫേം എന്ന് പറയുന്നത്, A&L ഫേം എന്ന് പറയുന്നത് ഒരു 2010 സ്റ്റാർട്ട് ചെയ്ത ഒരു ഫേമാണ്. കുറെ നാളുകളായി അത് ഉണ്ടാക്കി വന്ന ഒരു ഗുഡ് വിൽ ഉണ്ട്, ഒരു കസ്റ്റമർ ബേസ് ഉണ്ട്, ഒരു റെപ്യൂട്ടേഷൻ ഉണ്ട്. When a new partner joins, such partner enjoys such a goodwill. ഇത്രയും നാള് എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സ് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ ഗുഡ് വിൽ ഈ ഒരു ന്യൂ പാർട്ട്ണർ എൻജോയ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ ടോട്ടൽ ഗുഡ് വിൽ ഓഫ് ദ ഫേം കണ്ടുപിടിച്ചതിന് ശേഷം ആരാണ് വരുന്നത്? ഇപ്പൊ ഇവിടെ വരുന്നത് കിച്ചു ആണ്. കിച്ചുസ് ഷെയർ നമ്മൾ കണ്ടുപിടിക്കും. കിച്ചുസ് ഷെയർ, ആൻഡ് കിച്ചു ഷുഡ് ബ്രിങ് ദാറ്റ് ഷെയർ ഗുഡ് വിൽ to the firm. Suppose goodwill of the firm is 5 lakh. Kichu is being admitted into 1/4 share in the profits. 1/4 share nanu Kichu admitted agunadu. So Kichu share of goodwill will be what? 5 lakh into 1/4, which is 1,25,000. So Kichu will bring what? 1,25,000 into the firm. അങ്ങനെ കിച്ചു കൊണ്ടുവരണം. ആൻഡ് കിച്ചു ഈ 1,25,000 ആർക്ക് കൊടുക്കണം? ടു ദ എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സിന് കൊടുക്കണം. എന്തുകൊണ്ടാണ് എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സിന് കൊടുക്കുന്നത്? ബിക്കോസ് കിച്ചു വരുമ്പോൾ എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സ് സഫർ എ ലോസ് ഇൻ ദ പ്രോഫിറ്റ് ബിക്കോസ് ദേ ആർ ഗിവിംഗ് ദെയർ ഷെയർ ടു എ ന്യൂ പാർട്ട്ണർ. അതുകൊണ്ട് തന്നെ എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സ് സഫർ എ ലോസ് എന്നുള്ളത് കൊണ്ട് കിച്ചു ഈ ഒരു ഗുഡ് വിൽ കൊണ്ടുവന്നിട്ട് എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സിന് കൊടുക്കേണ്ടതായിട്ടുണ്ട്. സപ്പോസ് ഓൾഡ് റേഷ്യോ ബിറ്റ്വീൻ അച്ചു ആൻഡ് ലിച്ചു എന്ന് പറയുന്നത് 1:1 ആണെന്ന് വിചാരിക്കുക.
when a new partner comes, that is കിച്ചുവും കൂടെ വരുമ്പോൾ new ratio will be calculated. New ratio 2:2:1 ആണ് എന്ന് വിചാരിക്കുക. Okay, so അച്ചു and ലിച്ചു sacrifices their share. അച്ചു and ലിച്ചുവും എന്താണ് അവരുടെ ഷെയർ സാക്രിഫൈസ് ചെയ്യുന്നുണ്ട്. എത്രയാണ് നമുക്കൊന്ന് നോക്കാം. അവിടെയാണ് നമ്മൾ സാക്രിഫൈസ് റേഷ്യോ കണ്ടുപിടിക്കുന്നത്. എന്തിനാണ് സാക്രിഫൈസ് റേഷ്യോ കണ്ടുപിടിക്കുന്നത് മനസ്സിലായില്ലേ? എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സിന് കൊണ്ടുവരുന്ന ഗുഡ്വിൽ ഏത് റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യണം? ഈ ഒരു സാക്രിഫൈസിങ് റേഷ്യോയിൽ വേണം ഡിവൈഡ് ചെയ്യാനായിട്ട്. In this case, 1,25,000 will be divided among the existing partners in the ratio of sacrifice. So, how do we calculate the sacrifice ratio? Simple. Old ratio minus new ratio. Old ratio കിട്ടിക്കൊണ്ടിരുന്ന പാർട്ട്നേഴ്സിന് ഇപ്പൊ അതിൽ ഇത്തിരി കുറവാണ് കിട്ടുന്നത് ന്യൂ റേഷ്യോ ആയിട്ട്. സോ അത്രയും പോർഷൻ they are sacrificing. So, in this case, for Achu and Lichu, we need to calculate what? Their share of sacrifice. That is 1/2 ആണ് അച്ചുവിന്റെ old share എന്ന് പറയുന്നത്. And also for Lichu. Then their new share is what? 2/5. Total എത്രയാണ്? 5 ആണ് അല്ലേ? So 2/5 and here also 2/5. So what is the sacrifice? Cross multiply ചെയ്യാം. 1 into 5, 5 minus 2 into 2, 4 divided by 10. So, എത്രയാണ് വരുന്നത്? 5 minus 4 by 10. 1/10. Then, here also 5 minus 4 by 10. That is 1/10. So, the sacrifice ratio here is 1:1. This goodwill, 1,25,000, will be distributed among the partners Achu and Lichu in the ratio 1:1. ഇനി നമുക്ക് നോക്കാം എന്താണ് ഗുഡ്വില്ലിന്റെ എൻട്രി will be. What is the entry for the goodwill? Okay. Goodwill, new partner share of goodwill കൊണ്ടുവരും എന്ന് നമ്മൾ പറഞ്ഞു. New partner brought his share of goodwill. Okay. So, sometimes he may bring it in cash or otherwise no cash. ചില സമയത്ത് എന്താണ് ക്യാഷ് ആയിട്ട് തന്നെ കൊണ്ടുവരും. സോ ഈ ഒരു ഗുഡ്വില്ലിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഗുഡ്വിൽ വിൽ നെവർ ബി ഷോൺ ഇൻ ദ ബുക്സ് അൺലെസ് ഇറ്റ് ഈസ് പർച്ചേസ്ഡ്. അതായത് പർച്ചേസ്ഡ് ഗുഡ്വില്ലിന് മാത്രമാണ് നമ്മൾ ബുക്സിൽ ഷോ ചെയ്യാനായിട്ട് പാടുള്ളൂ ആസ് പെർ ദി അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്. സോ ഈ ഗുഡ്വിൽ എന്താണ് ഇൻഹറന്റ് ആയിട്ട് വന്നിട്ടുള്ള ഗുഡ്വിൽ ആണിത്. സോ ആ ഗുഡ്വിൽ നമ്മൾ ഒരിക്കലും ബുക്സിൽ കാണിക്കാൻ പാടില്ല. സോ എൻട്രിയിൽ ഗുഡ്വിൽ എന്ന് പറയുന്ന ഒരു വാക്ക് നിങ്ങൾ കാണില്ല. ഓക്കെ, അത് ഉറപ്പിച്ചോ? യെസ്. ഇനി ക്യാഷ് ആയിട്ട് കൊണ്ടുവരുമ്പം ഫേമിനെ സംബന്ധിച്ചിടത്തോളം ക്യാഷ് ഈസ് കമ്മിങ് ഇൻ അല്ലെ? ക്യാഷ് ഓ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ആർക്കാണ് കിട്ടുന്നത്? എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സ് who are sacrificing. It is important. എല്ലാ existing partnersഉം sacrifice ചെയ്യണമെന്നില്ല. So, cash or bank account debtor to sacrificing partners capital account. Sacrificing partners capital account. Suppose ഈ ഒരു പാർട്ട്ണറിന് ക്യാഷ് ആയിട്ട് കൊണ്ടുവരാൻ സാധിക്കുന്നില്ല. ഓക്കെ, അപ്പം ഈ പുള്ളിക്കാരൻ ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും എമൗണ്ട് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ക്യാപിറ്റൽ എമൗണ്ട് ക്യാപിറ്റൽ അക്കൗണ്ടിൽ ആ ഒരു എമൗണ്ട് കിടക്കുന്നുണ്ടാവും അല്ലെ? When new partner brings capital, എന്തായിരിക്കും എൻട്രി? ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ, ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ന്യൂ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഓക്കെ, അപ്പം ഇവിടെ സപ്പോസ് ഒരു 2 lakh എടുക്കുന്നുണ്ട് എന്ന് വിചാരിക്കാം. ഓക്കെ, ഇനി ഇതിൽ നിന്ന് നമ്മൾക്ക് എടുക്കാലോ. ക്യാഷ് ആയിട്ട് ഗുഡ്വിൽ കൊണ്ടുവന്നില്ലെങ്കിൽ ക്യാപിറ്റൽ ഉണ്ടല്ലോ, അതിൽ നിന്ന് നമുക്ക് എടുക്കാം. സോ ന്യൂ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഫോർ ഷെയറിംഗ് ദ ഗുഡ്വിൽ, new partners capital account debtor to sacrificing partners capital account. Okay, അപ്പൊ in this case share of goodwill എന്ന് നമുക്ക് കിട്ടിയത് 1,25,000 ആണ്. അത് സാക്രിഫൈസിങ് പാർട്ട്നേഴ്സിന് സാക്രിഫൈസിങ് റേഷ്യോയിൽ ഡിവൈഡ് ആകും. ന്യൂ പാർട്ട്ണർ ഇസ് കിച്ചു. കിച്ചുസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ 1,25,000
to അച്ചോസ് ക്യാപിറ്റൽ അക്കൗണ്ട് ടു ലിച്ചോസ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഫുൾ ആയിട്ട് തന്നെ ഏതാണ് റേഷ്യോ? 1:1 റേഷ്യോ ആണെന്ന് നമ്മൾ കണ്ടുപിടിച്ചു. 60 to 500, 60 to 500. ഇങ്ങനെയാണ് നമ്മളുടെ എൻട്രി വിൽ ബി കമ്മിങ് ഇഫ് ദർ ഇസ് നോ ക്യാഷ് ബ്രോട്ട് ഇൻ ആസ് ഗുഡ്വിൽ. ഇവിടെ ആണെങ്കിലോ ക്യാഷ് ആയിട്ട് കൊണ്ടുവരുവാണെങ്കിൽ എങ്ങനെയാണ് എൻട്രി വരാം? Cash account debtor, as we already said, cash account debtor 1,25,000 to Achu 60 to 500 to Lichu's capital account 60 to 500. So, ഈ ഒരു സംഭവം ക്ലിയർ ആയല്ലോ ഗുഡ്വില്ലിന്. Okay. ഇനി sometimes there is already existing goodwill in the books of accounts of the firm. ഗുഡ്വിൽ ഓൾറെഡി ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ കിടക്കുന്നുണ്ട് എങ്കിൽ എന്താണ് അതിന്റെ ട്രീറ്റ്മെന്റ്? ഗുഡ്വിൽ ഒരിക്കലും നമ്മൾ അങ്ങനെ വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല. അങ്ങനെ കിടക്കുന്നുണ്ടെങ്കിൽ ഇറ്റ് ഷുഡ് ബി റൈറ്റ് ഓഫ് ടു ദ ഓൾഡ് പാർട്ട്നേഴ്സ് ഇൻ ദ ഓൾഡ് റേഷ്യോ. സേ ഫോർ എക്സാമ്പിൾ ബാലൻസ് ഷീറ്റിൽ എക്സിസ്റ്റിംഗ് ഗുഡ്വിൽ എന്ന് പറഞ്ഞിട്ട് ഒരു 2 lakh എടുക്കുന്നുണ്ട് എന്ന് വിചാരിക്കാം. അത് എന്ത് ചെയ്യണം? റൈറ്റ് ഓഫ് ചെയ്യണമല്ലോ. ഓക്കെ. So what will be the entry? Goodwill is being cancelled. Goodwillന് ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും. ക്യാൻസൽ ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. ഓക്കെ. സോ ഓൾഡ് പാർട്ട്നേഴ്സ് നമ്മൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. സോ ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു ഗുഡ്വിൽ അക്കൗണ്ട്. ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു ഗുഡ്വിൽ. ശ്രദ്ധിക്കുക, ഏത് റേഷ്യോയിലാണ്? ഓൾഡ് റേഷ്യോയിലാണ് എക്സിസ്റ്റിംഗ് ഗുഡ്വിൽ write off ചെയ്യേണ്ടത്. Okay, so in this question, in our example, what will be the answer? Achu's capital account debtor, Kichu's capital account debtor. എന്തായിരുന്നു നമ്മളെ ഓൾഡ് റേഷ്യോ? 1:1 ആയിരുന്നു അല്ലേ? സോ 1 lakh, 1 lakh, 2 lakhന് 1:1, 1 lakh to goodwill 2 lakh. അങ്ങനെ ചെയ്യുമ്പോൾ എന്താണ്? goodwill gets written off. ഓക്കെ. അപ്പൊ അതാണ് നമ്മളുടെ ഗുഡ്വില്ലിന്റെ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. തേർഡ് പോയിന്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ട്രീറ്റ്മെന്റ് ഓഫ് റിസർവ്സ് അക്യുമുലേറ്റഡ് പ്രോഫിറ്റ്സ് ആൻഡ് ലോസസ് എന്ന് പറയുന്നത്. ഓൾറെഡി നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ ലയബിലിറ്റി സൈഡ്, ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിലായിട്ട് സംടൈംസ് വർക്ക്മാൻ കോമ്പൻസേഷൻ റിസർവ്, ജനറൽ റിസർവ്, ഇൻവെസ്റ്റ്മെന്റ് ഫ്ലക്ച്വേഷൻ റിസർവ്, മെഷീൻ റീപ്ലേസ്മെന്റ് റിസർവ് എന്ന് പറഞ്ഞിട്ടൊക്കെ കുറെ റിസർവ്സ് കിടക്കുന്നുണ്ടാകാം. സോ ഇതില് നമ്മളെ അക്യുമുലേറ്റഡ് പ്രോഫിറ്റ്സ് ആൻഡ് റിസർവ്സിനെ നമ്മൾ എന്താണ് പാർട്ട്നേഴ്സിന് കൊടുക്കും. ഏത് പാർട്ട്നേഴ്സിനായിരിക്കും കൊടുക്കുക? ഓൾഡ് പാർട്ട്നേഴ്സിന് ഓൾഡ് റേഷ്യോയിൽ. എന്തുകൊണ്ടാണ് ഓൾഡ് പാർട്ട്നേഴ്സിന് ഓൾഡ് റേഷ്യോയിൽ കൊടുക്കുന്നത്? ബിക്കോസ് എന്താണ്? ഓൾഡ് പാർട്ട്നേഴ്സ് ആണ് ഈ റിസർവ്സ് ഉണ്ടാക്കിയിട്ടുള്ളത്, ഈ പ്രോഫിറ്റ്സ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. സോ ഓഫ് കോഴ്സ് ഇതൊക്കെ ആർക്ക് തന്നെ കൊടുക്കണം? ഓൾഡ് പാർട്ട്നേഴ്സിന് കൊടുക്കണം. നമ്മളൊരു പുതിയ പാർട്ട്ണർ വരുമ്പോൾ നമ്മുടെ ബാലൻസ് ഷീറ്റ് എന്താണ്? ഒരു ക്ലീൻ സ്ലേറ്റ് പോലെ ക്ലിയർ ആയിട്ട് ഇരിക്കണം. അപ്പൊ ഓൾറെഡി ഉണ്ടായിരുന്ന ഈ റിസർവ്സ് ഒക്കെ വിച്ച് ഇസ് അക്യുമുലേറ്റഡ് പ്രോഫിറ്റ്സ്, അത് നമ്മൾ എന്ത് ചെയ്യണം? ഓൾഡ് പാർട്ട്നേഴ്സിന് ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് മെഷീൻ റീപ്ലേസ്മെന്റ് റിസർവ് വിൽ നെവർ ബി ഡിസ്ട്രിബ്യൂട്ടഡ് എമംഗ് ദ പാർട്ട്നേഴ്സ്. എന്തുകൊണ്ടായിരിക്കാം? അത് ഒരിക്കലും ഒരു റിസർവ് അല്ലെങ്കിൽ അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് ആയിട്ട് നമുക്ക് കണക്കാക്കാനായിട്ട് സാധിക്കില്ല. ഇറ്റ് ഈസ് ലൈക്ക് എ ഡിപ്രിസിയേഷൻ റിസർവ് പോലെയാണ്. നമ്മുടെ അക്യുമുലേറ്റഡ് ഡിപ്രിസിയേഷൻ അക്കൗണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വെക്കാറുണ്ട് അല്ലേ? ദാറ്റ് ഈസ് ഈ ഒരു ഡിപ്രിസിയേഷൻ റിസർവ്. എന്തിനാണ് നമ്മൾ ഡിപ്രിസിയേഷൻ എഴുതുന്നത്? നമുക്കറിയാം അല്ലെ? നമ്മൾക്ക് അത്രയും ഒരു പ്രോഫിറ്റിൽ നിന്നും നമ്മൾ മാറ്റി വെക്കുമ്പോൾ ആ ഒരു അസറ്റ് റീപ്ലേസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ഒരു മാറ്റിവെച്ച പ്രോഫിറ്റ് ഉപയോഗിച്ച് ഈ അസറ്റ് പർച്ചേസ് ചെയ്യാൻ പറ്റും. അതാണല്ലോ ഡിപ്രിസിയേഷന്റെ ഉദ്ദേശം തന്നെ. സോ അതുകൊണ്ട് അത് ഒരിക്കലും നമ്മൾ പാർട്ട്നേഴ്സിന്റെ ഇടയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കാനായിട്ട് പാടില്ല. ജനറൽ റിസർവ് ഓഫ് കോഴ്സ് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കും. ദെൻ എന്തെങ്കിലും അക്യുമുലേറ്റഡ് PL അക്കൗണ്ട് എമൗണ്ട് ഉണ്ടെങ്കിൽ അതും ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കും. ഓക്കെ, ഇതൊക്കെ എന്താണ്? പാർട്ട്നേഴ്സിന് കിട്ടുന്നതാണ്. അതേസമയം ഇവിടെ എന്തെങ്കിലും അക്യുമുലേറ്റഡ് ലോസസ് ഉണ്ടെങ്കിൽ, അക്യുമുലേറ്റഡ് ലോസസ് ലൈക്ക് PL അക്കൗണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി വാട്ട്
debited to partners capital account. Partners capital accountനെ അത് കുറയ്ക്കും. ഓക്കെ, ഇപ്പൊ റിസർവ് അവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് എടുക്കുന്ന പോലെ ലോസസും അവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് ലോസ് ഏറ്റെടുക്കണം എന്ന് ചുരുക്കം. സോ വാട്ട് വിൽ ബി ദ എൻട്രി? Entry will be workman compensation reserve, general reserve and other. What all are the accumulated profits? എന്തൊക്കെയാണ് നമ്മൾ accumulated profits വരുന്നത്? അത് ഒക്കെ നമ്മൾ എന്താണ് പാർട്ട്നേഴ്സിന് ഓൾറെഡി ദേ ആർ ഹാവിങ് എ ക്രെഡിറ്റ് ബാലൻസ് അല്ലെ, ലയബിലിറ്റീസ് എല്ലാം. സോ അതൊക്കെ നമ്മൾ എന്തായും ഡെബിറ്റ് ചെയ്തിട്ട് ക്യാൻസൽ ചെയ്യും. ആൻഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ബീങ് ഇൻക്രീസ്ഡ് അല്ലെ. സോ ടു ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഇൻ ദ ഓൾഡ് റേഷ്യോ. ഓക്കെ, യെസ്. ഇനി അക്യുമുലേറ്റഡ് ലോസസ് ഉണ്ടെങ്കിൽ അത് ഇവരെ സഫർ ചെയ്യേണ്ടതാണ്. സോ ദ എൻട്രി വിൽ ബി വാട്ട്? ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് debtor to accumulated losses. So accumulated losses ന് ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും ക്യാൻസൽ ചെയ്യാൻ ക്രെഡിറ്റ് ചെയ്യാൻ. പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് കുറയുവാണ്, സോ അതിനായിട്ട് പാർട്ട്നേഴ്സിനെ ഡെബിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇവിടെ വർക്ക്മെൻ കോമ്പൻസേഷൻ റിസർവ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് ഫ്ലക്ച്വേഷൻ റിസർവ് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ടതുണ്ട്. അത് നമ്മൾ വേറെ ഒരു സെപ്പറേറ്റ് വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. ഇഫ് യു നീഡ് എനി ക്ലാരിഫിക്കേഷൻ പ്ലീസ് കമന്റ് ഇൻ ദ കമന്റ് ബോക്സ്. ഓക്കെ, അപ്പൊ നമ്മൾ എന്താണ് റിസർവ് പോയിന്റും കഴിഞ്ഞു. നെക്സ്റ്റ് പോയിന്റ് എന്താണ്? റീവാല്യൂഷൻ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്. അതെന്തിനാ മിസ് റിവാല്യൂഷൻ ചെയ്യുന്നത്? പാർട്ട്ണർഷിപ്പിൽ ഒരാളെ കൊണ്ടുവന്ന് അതിനിപ്പോ റിവാല്യൂഷൻ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഞാൻ പറഞ്ഞില്ലേ, നമ്മളുടെ ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത് ഒരു ഫ്രഷ് സ്റ്റാർട്ടാണ്, ഒരു പുതിയ എഗ്രിമെന്റ് ആണ്. അപ്പൊ പഴയ ബാലൻസ് ഷീറ്റ് എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ദ അസറ്റ്സ് വിൽ ബി അറ്റ് ഓൾഡ് വാല്യൂ. ഓക്കെ, ഇപ്പൊ അസറ്റ് സംടൈംസ് 2 lakh കൊടുക്കുന്നത്, അതിന്റെ കറന്റ് വാല്യൂ എന്ന് പറയുന്നത് 3 lakh ആയിരിക്കാം. ലയബിലിറ്റീസ് മേ ബി 5 lakh കിടക്കുന്നത്, പക്ഷെ അതിന് കറന്റ് വാല്യൂ 4 lakh ആയിരിക്കാം. അപ്പം ഇങ്ങനെ ഒരു വ്യത്യാസം അവിടെ വരുന്നുണ്ടായിരിക്കാം. സോ ഇങ്ങനെയുള്ള ചേഞ്ചസ് നമ്മൾ അങ്ങ് എലിമിനേറ്റ് ചെയ്ത് കളയണം. ഫ്രഷ് ആയിട്ട് എല്ലാ അസറ്റ്സും നമ്മൾ റിവാല്യൂഡ് ഫിഗറിൽ കാണിക്കണം, എല്ലാ ലയബിലിറ്റീസ് നമ്മൾ റീവാല്യൂഡ് ഫിഗറിൽ കാണിക്കണം. അപ്പോഴാണ് നമ്മളുടെ ഒരു ട്രൂ വാല്യൂല് അതിനെ കാണിക്കാൻ പറ്റുള്ളൂ. ഒരു ട്രൂ വാല്യൂല് നമ്മുടെ ഫേമിന്റെ ബാലൻസ് ഷീറ്റ് നിൽക്കത്തുള്ളൂ. അപ്പൊ ഒരു പുതിയ പാർട്ട്ണർ വരുമ്പോൾ എന്ത് ശ്രദ്ധിക്കണം? അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ഷുഡ് ബി റീവാല്യൂഡ്. ഓക്കെ, ഇതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ഒരു റീവാല്യൂഷൻ അക്കൗണ്ട് വിൽ ബി പ്രിപ്പയർഡ്. റീവാല്യൂഷൻ അക്കൗണ്ട് വിൽ ബി പ്രിപ്പയർഡ്. അതിന്റെ പ്രോഫിറ്റ്സ് ഓർ ലോസസ് ആർക്കാണ് പോകുക? ഓൾഡ് പാർട്ട്നേഴ്സിനാണ് പോകുന്നത്. ഇൻ ദ ഓൾഡ് റേഷ്യോയിലാണ്. ഓക്കെ, സോ റിവാല്യൂഷൻ അക്കൗണ്ട് വരച്ചിട്ടുണ്ടെങ്കിൽ അസറ്റ് ഒക്കെ കൂടി എന്താണ് നമ്മുടെ എൻട്രി വരിക? അസറ്റിനെ ഡെബിറ്റ് ചെയ്യണം അല്ലെ? അസറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു റിവാല്യൂഷൻ അക്കൗണ്ട്. ഓക്കെ, ഇനി അസറ്റിന്റെ വാല്യൂ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയാണോ കുറഞ്ഞത്? റിവാല്യൂഷൻ അക്കൗണ്ട് ഡെറ്റർ ടു അസറ്റ് അക്കൗണ്ട്. ഓക്കെ, അപ്പൊ അസറ്റിന്റെ വാല്യൂ കൂടിയാൽ അസറ്റിന്റെ വാല്യൂ കുറഞ്ഞാൽ. ദെൻ ലയബിലിറ്റി ആണ്. ലയബിലിറ്റി കൂടിയ നമ്മൾ ലയബിലിറ്റിനെ എന്താ ക്രെഡിറ്റ് ആണ് ചെയ്യുക അല്ലെ? So liability should be credited and revaluation account should be debited. So revaluation account debtor to liability. ഇനി liability കുറഞ്ഞിട്ടുണ്ടെങ്കിലോ liabilityനെ ഡെബിറ്റ് ചെയ്യും. Liability account debtor to revaluation account. അപ്പൊ ഇത്ര തന്നെ ഉള്ളൂ. ഇത് നമ്മൾ ഈ അക്കൗണ്ടിലോട്ട് എടുത്തു കഴിഞ്ഞാൽ അക്കൗണ്ട് വരയ്ക്കാനായിട്ട് പറ്റും. സോ ഡിക്രീസ് ഇൻ അസറ്റ് വാല്യൂ ഇവിടെ വരും. എന്ത് പറഞ്ഞിട്ട്? to asset account. Okay, to asset. Then increase in liability value എന്ന് വരും, ഇവിടെ വരും to liability. Then increase in asset value ഇവിടെ വരും എന്ന് പറഞ്ഞ് by asset എന്ന് പറഞ്ഞിട്ട്. Then decrease in liability value ഇവിടെ വരും by liability എന്ന് പറഞ്ഞിട്ട്. അപ്പം അത്രയേ ഉള്ളൂ. Then new ആയിട്ട് പുതിയതായിട്ട് എന്തെങ്കിലും അസറ്റോ ലയബിലിറ്റിയോ വന്നാൽ അതും നമ്മൾ എന്താണ് റെക്കോർഡ് ചെയ്യുന്നത് ഇതുപോലെ തന്നെയാണ്. പുതിയ അസറ്റ് വരുമ്പോൾ ബൈ ന്യൂ അസറ്റ്, പുതിയ ലയബിലിറ്റി വരുമ്പോഴോ
ടു ന്യൂ ലയബിലിറ്റി. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ റിവാലുവേഷൻ അക്കൗണ്ടിൽ ശ്രദ്ധിക്കേണ്ടത്. സിമ്പിൾ അല്ലേ റിവാലുവേഷൻ അക്കൗണ്ട്? റിവാലുവേഷൻ അക്കൗണ്ട് ടോട്ടൽ ചെയ്യാം. ദെൻ ഇവിടെയാണ് ബാലൻസ് വരുന്നതെങ്കിൽ അത് റിവാലുവേഷൻ പ്രോഫിറ്റ് ആണ്. ഓക്കെ, അത് നമ്മൾ എന്ത് ചെയ്യും? ടു ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിലോട്ട് കൊണ്ടുപോകും ഇൻ ദ ഓൾഡ് റേഷ്യോ. ഇവിടെയാണ് ബാലൻസ് വരുന്നതെങ്കിലോ അത് ലോസ് ആയിരിക്കും. അത് നമ്മൾ ഓൾഡ് പാർട്ട്നേഴ്സിന് ഓൾഡ് റേഷ്യോയിൽ ഡിവൈഡ് ചെയ്ത് കൊടുക്കും. സോ റിവാലുവേഷൻ പ്രോഫിറ്റ് വിൽ ബി റിവാലുവേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ഓൾഡ് പാർട്ട്നേഴ്സ് capital account. Then revaluation loss will be old partners capital account debtor to revaluation account. So ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയില്ലേ? ഇത് തന്നെയാണ് നമുക്ക് മെയിൻ ആയിട്ട് ഒരു അഡ്മിഷന്റെ സമയത്ത് ശ്രദ്ധിക്കാനായിട്ട് ഉള്ളത്. ഇനി ഗുഡ് വിൽ സംടൈംസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ അതുകൊണ്ട് ഗുഡ് വില്ലിന്റെ ഒരു സെപ്പറേറ്റ് വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ അത് നിങ്ങൾ നോക്കിയിട്ട് ഗുഡ് വിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ അറിയാത്തവർ അത് നോക്കി പഠിക്കാം. ദെൻ അവിടെ തന്നെ ഒരു കോൺസെപ്റ്റ് ഓഫ് ഹിഡൻ ഗുഡ് വില്ലും നമ്മൾ പറയുന്നതായിരിക്കും. ദെൻ അഡ്ജസ്റ്റ്മെന്റ് ഓഫ് ക്യാപിറ്റൽ സംടൈംസ് വരാറുണ്ട്, അതും നമ്മൾ അവിടെ തന്നെ പറയുന്നതായിരിക്കും. സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. സോ എല്ലാവരും നന്നായി പഠിക്കുക. ഓൾ ദ ബെസ്റ്റ്. വീഡിയോ എല്ലാവരും കണ്ടല്ലോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഈ വീഡിയോ മാക്സിമം നിങ്ങളുടെ കോമേഴ്സ് ഫ്രണ്ട്സിലോട്ട് എത്തിച്ചു കൊടുക്കുക. +2 കുട്ടികൾക്കൊക്കെ മാർച്ചിൽ എക്സാം വരികയാണ്. അപ്പോൾ അവർക്കും ഇത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. പാർട്ട്ണർഷിപ്പ് പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും അത്. നിങ്ങളെല്ലാവർക്കും മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ, ദിസ് ഇസ് ആരതി, യുവർ സാരഥി, സൈനിങ് ഓഫ്. ബൈ.